ഗൈസ്, നമ്മളിന്ന് മീശപ്പുല ട്രക്കിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോഴേ ഏൺ ആൻഡ് ട്രാവൽ സോളോ ഈറ്റ്സിൻ്റെ മറ്റ് ട്രക്കിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ജീപ്പൊക്കെ കിട്ടണത്. അപ്പോൾ ജീപ്പിൽ നിന്ന് അത് കയറി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലോട്ട് ട്രക്ക് ചെയ്യണമെന്നുണ്ട്. ഇവിടെ നിന്ന് അത് രജിസ്റ്റർ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. ഹലോ, അങ്ങനെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മീശപ്പുലിയുടെ ബേസ് ക്യാമ്പിലേക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റേഴ്സ് ദൂരെയാണ് ബേസ് ക്യാമ്പ്. അത് ഒരു ഓഫ് റോഡാണ്. അപ്പോൾ ഇവിടുന്ന് ജീപ്പുകൾ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, പക്ഷേ അത് ഓഫ് റോഡ് വെഹിക്കിൾ അയക്കണം, ഇല്ലെങ്കിൽ പാടാണ് ഇവിടുന്ന് പോകാൻ. ഓഫ് റോഡ് വെഹിക്കിൾ ഉള്ളവർക്ക് അവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പോകാം, ഒരു കുഴപ്പമില്ല. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് ബേസ് ക്യാമ്പിലേക്ക്. ഹലോ, നമ്മളങ്ങനെ ട്രക്ക് ചെയ്ത് ഇപ്പം സൈലൻറ്റ് വാലി, മൂന്നാർ സൈലൻറ്റ് വാലിയിൽ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കാണും. അപ്പോൾ ചായ കുടിക്കുന്നവരൊക്കെ ഇപ്പോൾ ചായ കുടിക്കാം, അതിനിവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു 1 മണിക്കൂറോടെ യാത്ര കാണും. അതിനുശേഷം നമ്മൾ ഇവിടെ തിരിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഇപ്പം ആ കാണുന്ന ഒരു വാട്ടർഫാൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ നാളെ മീശപ്പുലിയിൽ ട്രക്ക് ചെയ്യുമ്പം അത് ക്രോസ് ചെയ്തേക്കും നമ്മൾ പോകണത്. അത് നല്ലൊരു സീനറി ആയിരിക്കും. ഹലോ, അങ്ങനെ നമ്മൾ ജീപ്പ് ട്രാവൽ കഴിഞ്ഞ് മീശപ്പുലിമലയുടെ താഴെ, അതായത് ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ ടെൻസ് കാണാം. ഒരു 10-20 ടെൻസ് ഏകദേശം ഉണ്ട്. പക്ഷേ ഇവിടെ ഏകദേശം എല്ലാം സിംഗിൾ ഓക്യുപ്പൻസി ടെൻസ് ഇല്ല, എല്ലാം ഡബിളും ത്രിബിളുമാണ്. കാരണം 25 ടെൻസ് ഉണ്ടെങ്കിലും നമ്മൾ 10-50 പേരുണ്ട്. അപ്പോഴേ അത് കാരണം സിംഗിൾ ഓക്യുപ്പൻസി ഇല്ല, എല്ലാം ഡബിളും അല്ലെങ്കിൽ ത്രിബിൾ ഓക്യുപ്പൻസിയാണ്.
പിന്നെ നമുക്ക് ഈ മിഷമിലപ്പോൾ ട്രക്കിൻ്റെ കുറച്ച് ഫൈസി നമ്മളെ ടൂർ കോർഡിനേറ്ററാണ് പുള്ളിയാണ് ഇവിടുത്തെ ടൂർ കോർഡിനേറ്റർ. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും എല്ലാം കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരണതാണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ട്രക്ക് ചെയ്യാൻ പോണത്, എത്ര കിലോമീറ്റർ ഉണ്ട്, കാലാവസ്ഥ എന്തരായിരിക്കും, മുകളിൽ എങ്ങനെയായിരിക്കും, മൗണ്ടൻസിൻ്റെ ഒരു ഇതെങ്ങനെയായിരിക്കും, ട്രക്കിങ്ങിൻ്റെ ഡിഫിക്കൽട്ടി എന്തരായിരിക്കും, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് പുള്ളി പറയേണ്ടതാണ്. ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു റിസർവ് വനാണ്, അറിയല്ലോ. ഇവിടെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മര്യാദകളുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ എന്നോട് മെയിനായിട്ട് ഉള്ളൂ. ഓക്കെ, നമ്മൾ 62ാമത്തെ ബാച്ചാണ്. എല്ലാ ബാച്ചിലും ഇതേ കൗണ്ട് ഉണ്ടാവാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും ഇത്രയും ആൾക്കാർ ഉണ്ടാവാറുണ്ട്. പല സ്ഥലത്തുനിന്നും പല ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇന്നേ വരെ ഒരു ടീമും ഇവിടുന്ന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല. കണ്ടിടത്തോളം നല്ല അടിപൊളി ടീമാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഓർമ്മകളായിട്ട് വേണം ഇവിടുന്ന് പടി ഇറങ്ങാൻ. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ശരിക്കും നിങ്ങളിപ്പോൾ വന്നതല്ലേ ഇങ്ങോട്ടുള്ള എൻട്രി ടൈം. ഇങ്ങോട്ട് 4 മണിക്ക് ശേഷമേ കടത്തി വിടുള്ളൂ. ഓക്കെ, നമ്മളൊരു ക്യാമ്പിംഗ് ആയതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾക്ക് എൻട്രിയും ഈ ഉച്ചക്കത്തെ ലഞ്ചും നമ്മൾ തരുന്ന അഡീഷണലാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു വാട്ടർഫോൾ ട്രക്കും ഉണ്ട്. ഓക്കെ, നമ്മൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കാര്യങ്ങളോ ഒരു വൈബും കിട്ടണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആരും ടെൻഷൻ അടിക്കണ്ട, ഇത് ക്യാമ്പിംഗ് ആണ്, ഒരു എൻജോയ്മെന്റിനും ഇതിനും വേണ്ടി എല്ലാവരും വരുന്നത്. നമ്മളെ ഒരു വൈബൊന്നും നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും നമ്മളെ ക്യാമ്പിംഗ് ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ തരുന്ന ഫ്രീഡം നിങ്ങൾ സ്നേഹമായിട്ട് തിരിച്ചു തരാം. മനസ്സിലായല്ലോ? ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റും. ആ സൈഡിലാണ് ടെന്റ് ഉള്ളത്. ടെന്റ് ഞാൻ കാണിച്ചു തരാം. ടെന്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നിട്ട് ഭക്ഷണം വിളമ്പും കേട്ടോ. പിന്നെ ഓക്കെ, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകുന്നത് വാട്ടർഫാൾസിലേക്ക്. അത് പക്ക ഫോറസ്റ്റ് വൈബാണ്. ഓക്കെ, അത് കാട്ടിലൂടെയാണ് നമ്മൾ പോവാ. നാളെ ഉള്ളത് കാടല്ല, ഗ്രാസ് ലാൻഡ് ആണ്. മീശപ്പുലിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് ലാൻഡ് വിത്ത് ഷോർട്ട് ഫോറസ്റ്റ് ആണ്. ഓക്കെ, മേൽഭാഗങ്ങളിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുതലായത് കാരണം മരങ്ങൾ പൊന്തി വളരുന്നതാണ്. അതുകൊണ്ട് മേൽഭാഗം കുന്നായിരിക്കും. അതാണ് നമ്മളെ മേജർ ട്രക്കിങ്. അതുകൊണ്ട് നമ്മൾ നാളെ പോവുള്ളൂ. ഇന്ന് നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത് ഈ ബേസ് ക്യാമ്പ്, അതായത് ഈ ഫോറസ്റ്റ് ഏരിയയിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ ബാക്കിലാണ് നമ്മൾ ഇന്ന് പോകാനുള്ള വാട്ടർഫാൾസ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും റെയിൻകോട്ടൊക്കെ എല്ലാവരും എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര വെയിലാണല്ലോ എന്ന്. ഇവിടുത്തെ വെയിൽ നോക്കേണ്ട ഈ സമയത്തും ഇങ്ങനെ മാറി മറിഞ്ഞ് കളിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നായാലും നാളെ ആയാലും നിങ്ങൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ നിങ്ങളെ റെയിൻകോട്ട് നിങ്ങൾ കയ്യിൽ വെക്കുക. ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ കയ്യിൽ കരുതുക. കാലി ബോട്ടിൽ എല്ലാവരും അടുത്തുണ്ടല്ലോ, വെള്ളം ഇവിടുന്ന് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞു. ഹലോ, അങ്ങനെ നമ്മൾ ചെക്കിങ് മറ്റേ ടെൻറ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇനി അടുത്ത പോണത് ഫൈസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വാട്ടർഫോൾ ട്രക്കിലേക്കാണ് നമ്മൾ പോണത്. വാട്ടർഫോൾ ട്രക്ക് എന്ന് പറയുമ്പം അത്ര ഡിഫിക്കൽട്ടി അല്ല, നോർമലാണ്. ഒരു 1.5 കിലോമീറ്റർ ഫോറസ്റ്റിൽ കൂടെയാണ് പോകാനുള്ളത്. പുള്ളി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസ് കൊള്ളാം. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ ട്രക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ ഫുള്ള് കാണാം. ഇവിടെ സ്റ്റേ ആണോ? ഇടയ്ക്ക് ഇവിടെ ഇവന്റ് ഓർഗനൈസേഷനാണോ? ഇത് റൗണ്ട് ചെയ്യാറുണ്ട്. ഇവിടെ ശരിക്കും ഓഫീസൊന്നുമില്ല. ഓരോ സമയത്ത് ഓരോ മൂടാണ്. പല ആൾക്കാർക്ക് പല മൂടാണ്. മഴക്കാലത്ത് വരുന്നവരുണ്ടായിരിക്കും, സൺറൈസ് കാണാൻ വരുന്നവരുണ്ടായിരിക്കും, ക്ലൗഡ് കാണാൻ വരുന്നവർ, കൃഷി കാണാൻ. അതായത് 12 മാസത്തിൽ എല്ലാ മാസവും 3 ക്യാമ്പ് വെച്ചിട്ട് ഇത്ര ഫ്രീക്വൻസിയിൽ ചെയ്യാറുണ്ട്. ഓരോ മൂടനുസരിച്ചുള്ള ആൾക്കാർ ഇങ്ങനെ മാറി മാറി വരും. മഴ പെയ്യുമ്പോൾ നല്ലോണം മെഡോസാണ് ഇങ്ങനെ കാറ്ററക്കുള്ള മെഡോസാണ് ഗ്രാസ്ലാൻഡ് മൊത്തത്തിൽ ഗ്രൗണ്ട് പോലെ ഇല്ല. മൃഗങ്ങളൊന്നുമില്ല, സാധനമൊക്കെ ഉണ്ട്. ആന എടുക്കില്ല, കടുവുണ്ട്. പിന്നെ ബാക്കി വൈൽഡ് ഡോഗാണ് കൂടുതലുള്ളത്. പിന്നെ നീലഗിരി കാറില്ലേ, വരയാടാണ് ഇഷ്ടംപോലെ ഉള്ളത് മെയിനായിട്ടുള്ളത്.
ഈ കടവ് സൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഒരു സാധനം കഴിഞ്ഞ വേനൽക്കാലത്ത് കയറിയതാണ്. കാട്ടൊന്ന് വെള്ളപ്പെട്ടി ഇവിടെ ഫോറസ്റ്റ് അടുത്താണ്. ഇപ്രാവശ്യം പോയിട്ടില്ല. ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ചാടിക്കാൻ നിർത്തില്ല. അവിടെ ഇപ്പോൾ 2 ആഴ്ച മുന്നെയാണ് 2 പശുവിനെ അടിച്ചത്. മൈതാനത്തിലാണ് വീട്ടിൽ 2 പശുവിനെ അടിച്ചു. ഇവര് മറ്റേ മനുഷ്യരെ അടിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. മൃഗങ്ങളാണുള്ള കാമ്പിലാണ് ഈ പിന്നെ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഒന്നും പ്രശ്നമില്ല. കിട്ടിയാൽ പറയാൻ പറ്റില്ല. വലിയൊരു ടെറിട്ടറി മാർക്ക് ചെയ്യില്ല. അത് പൊതുവെ വലിയൊരു സ്ഥലത്ത് നടക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ഈ 2 ജില്ലാ ഹെക്ടർ പോകും. 40 നാശം അങ്ങനെ നടക്കും. അതെ അതെ, ഇത് കണക്റ്റഡാണ്. തമിഴ്നാട് ഫോറസ്റ്റ് ഗേറ്റ് മൊത്തം കണക്റ്റഡാണ്. ബോർഡറാ ശരി. അതെ അതെ. നാളെ മുനിസിപ്പൽ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ കൊളുക്കുമല കാണാൻ പറ്റും. ഓക്കെ. ടോപ്പ് സ്റ്റേഷൻ, മുല്ലപ്പെട്ടി, കൊടൈക്കനാൽ, കമ്പംകുഴി അതെല്ലാം കാണാം. എല്ലാം കാണാം. നമ്മൾ അത്രയും ഹൈറ്റ് അല്ലേ. ഇത് ശരിക്കും സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് ട്രക്കബിൾ പീക്കാണ്. ഓക്കെ. ഫസ്റ്റത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറഞ്ഞാൽ ആനമുടിയാണ്. അങ്ങോട്ട് എൻ്റർ ചെയ്യുന്നത് പണ്ട് കയറ്റി വിടുമായിരുന്നു അല്ലേ? പണ്ട് കയറ്റി വിടുമായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നോ? പണ്ടുണ്ടായിരുന്നു. ഒരു 10-30 വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു. ഇവിടെ ചോദിച്ചും പറഞ്ഞു. അപ്പൊ ഇതിനെക്കാട്ടി കുറച്ചുകൂടി ബയോഡൈവേഴ്സിറ്റിയാണ്. മനുഷ്യരെ ഗന്ധം പറ്റില്ല എന്നൊക്കെയാണ് അവർ ബാധിക്കുന്നത്. കാലക്രമേണ അത് ചിലപ്പോൾ ഓപ്പൺ ആക്കാൻ മതിയായിരിക്കും. നല്ല സ്റ്റീപ്പാണോ നമ്മൾ നാളെ കയറുന്ന? ഇത് ഒരു 7 മല കയറി 8ാമത്തെ മല മീശപ്പിൽ വല്ല പാമ്പ് പോലെ ഇങ്ങനെ കയറി ഇറക്കി സ്റ്റീപ്പ് അത്യാവശ്യം. അതെ, ഫസ്റ്റത്തെ മല 7ാമത്തെ മലയും നല്ല ടൈറ്റാണ്, കുറച്ച് വലുതാണ്, ബാക്കിയൊക്കെ ചെറുതാണ്. ഒരു ടെറൈൻ ഇവിടുത്തെ മെയിനായിട്ട് ട്രക്കിംഗ് അല്ല ഇവിടെ അവിടുത്തെ ബ്യൂട്ടിയാണ് ഭംഗിയാണ് പ്രത്യേകത. കൊളുക്കുമല വണ്ടിയും കൊണ്ട് കയറാം. പൂക്കോട് നേരെ വണ്ടിയായിട്ട് കയറാം. മേലെ വരെ കയറും അല്ലേ? അതെ അതെ. ജീപ്പാ? ജീപ്പ്. പാസിന്റെ ആവശ്യമില്ല, ജീപ്പിന്റെ പൈസ മാത്രം കൊടുത്താൽ മതി. ഓക്കെ. അവിടെ പിന്നെ ഫോറസ്റ്റിന്റെ കീഴിലാണ്. അതിന് തമിഴ്നാട് ക്യാമ്പിംഗ് ഉണ്ടോ അവിടെ? സൺറൈസ് ക്യാമ്പിംഗ് ഇല്ല. ഇല്ല. താഴെ കുറെ ക്യാമ്പ് സൈറ്റുകൾ ഉണ്ട്. ഏകദേശം 1000-ഓളം ക്യാമ്പ് സൈറ്റുകൾ ഉണ്ട്. അതിനൊക്കെ എല്ലാവരും കൂടിയും ശനിയാഴ്ചയൊക്കെ എന്നിട്ട് 200 ജീപ്പാണല്ലോ അറ്റ് ടൈമിൽ പോവാം. ഓക്കെ. അപ്പൊ 200/7 വെച്ചിട്ട് അറ്റ് ടൈമിൽ അതിന്റെ മേലെ സൺറൈസ് കാണണ്ടോ. ഇവിടെ അങ്ങനല്ല. ഇവിടെ നമുക്ക് ഇത്ര 40-50 സ്ലോട്ട് ഗവൺമെന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ മേലേക്ക് പിന്നെ ആളുണ്ടാവില്ല. ഇതെല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും സംഗതി ഉണ്ട്. പക്ഷെ ശനി ഞായറാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതെ 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 അതെ. പണ്ട് ഇംഗ്ലീഷുകാരും ഒക്കെ വന്ന് കൊണ്ടിരുന്ന സാധനങ്ങളാണ്. അത്യാവശ്യം നല്ല അറിയപ്പെടുന്ന ആൾക്കാരെ പറ്റി ഇവരൊക്കെ ട്രക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരും ഫോറിനേഴ്സൊക്കെ വരുന്നതാണ്. പിന്നെ ചാർലിനെ മെൻഷൻ ചെയ്ത് ഭയങ്കരമായിട്ട് ഇതിനെ പറ്റി ആൾക്കാർ അറിഞ്ഞു. പക്ഷെ എന്നിട്ടും ആൾക്കാർ ഇതെങ്ങനെ വരിക എന്നുള്ളതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഈ ഫോറസ്റ്റിന്റെ കീഴിലായതുകൊണ്ട്. പിന്നെ നമ്മൾ മീശപ്പിൽ വരാം. ശരിക്കും ഒരാഴ്ച നിന്നാൽ കാണാനുള്ള സാധനം ഇതിനകത്തുണ്ട്. ഇനി നാളെ നമ്മൾ പോകുന്ന ഒരു സാധനം മാത്രമേ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ലീഗലായിട്ട്. അതെ അതെ. ഇവിടുന്ന് എല്ലപ്പെട്ടിക്കൊക്കെ നടന്നു. അത് നമുക്ക് വേണം സെറ്റ് ചെയ്യും കേട്ടോ. ട്രക്കിംഗ് മൂടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിലൂടെ 15 കിലോമീറ്റർ നടന്നു കഴിഞ്ഞിട്ട് എല്ലപ്പെട്ടി അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. സീസണൊന്നുമില്ല. ഇപ്പൊ ടൈം തന്നെയാണ്. ഇനി വേനൽക്ക് ചൂട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നടക്കൂല. ഈ വയറൊക്കെ പ്രശ്നമായിരിക്കും. അതെ അതെ. അവിടുന്ന് ജീപ്പ് അതിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവർ മാത്രമേ കൊടുക്കാറുള്ളൂ. ക്യാമ്പ് സെറ്റ് ചെയ്തിട്ടില്ല. 20 പേര് 30 പേര് ചോദിച്ചു വരുന്നവർക്ക് സിംഗിൾ വെച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അവിടെ പോകുമ്പോഴോ അല്ല പക്കാട് ഫോറസ്റ്റിന്റെ ഒരു ആംബിയൻസ് ആണ്. മെയിനായിട്ട് വെള്ളം എടുക്കാനുള്ള ചെറിയ സ്ട്രീമുകളുണ്ട്. നാളെ നമുക്ക് പോകുമ്പോഴുണ്ട്. അന്ന് നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടില്ലേ ചെറിയൊരു വെള്ളച്ചാട്ടം മലിന്റെ മേലെ. അത് നാളെ നമ്മൾ കവർ ചെയ്യും.
പ്ലാന്റേഷൻ നടന്നതാണ്. ഇന്ന് പറയുന്നത് റോളോ ബാൻസ് കോട്ടേജ് റോളോ ബാൻസ് നാളെ നമ്മൾ കാണാം. അങ്ങോട്ട് പോകണോ? അവിടെ ഒരു 18 നിൽക്കാം. ഓ 5-6 റൂമുണ്ട്. 10 ക്രൗഡുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ നടക്കും. പിന്നെ അവിടെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഇത് തന്നെ ഇത്ര റേറ്റിലൊന്നും നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ പോകാനുള്ള കേട്ടോ. അതിന്റെ സെൻട്രൽ ഭാഗത്തോട്ട് നമ്മൾ കയറാം. അതേ പറഞ്ഞ സ്റ്റീപ്പ് ഏരിയ. അവിടെ ഒരു സ്ലിപ്പായി കഴിഞ്ഞാൽ ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇതോ കാണുന്ന ചെറിയൊരു ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെന്ന് നിൽക്കാൻ പോകുന്നത്. അതിൻ്റെ താഴെ നിങ്ങൾ കാണുമ്പോൾ അറിയാം, വിശാലമായ അടി കൊക്കെയാണെന്ന് തെന്നി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ വാട്ടർഫാൾസ് നടന്നാണ് എത്താൻ പോകുന്നത്. മഴയൊരു ദോഷമുണ്ട്. ഞാൻ വാട്ടർഫാളിലേക്ക് പോയിടുന്നത് കയറ്റം വന്നു തുടങ്ങി. ഒരു ചെറിയൊരു മല കയറി തുടങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു കയറ്റം നല്ല പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് വലിയ പ്രശ്നമൊന്നും വരും തോന്നില്ല. എന്തായാലും
ആ ശരിയാണ്, ഇറങ്ങിയാൽ കയറാം, ഇത്രയും കയറണ്ട. ആളയിക്കണം ഇല്ലല്ലോ, ആളയിക്കണം. അങ്ങോട്ട് നോക്കി നടന്നാൽ താഴെ പോകുന്ന കയറ്റം ചെറുതായിട്ട് കയറി തുടങ്ങി. കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അടുത്തായിട്ട് കാണാം. പക്ഷേ കുറച്ചുകൂടെ ഒരു 10-15 മിനിറ്റോടെ ഇനിയും പോകാനുണ്ട്. എന്തായാലും മല കുറച്ച് സ്റ്റീപ്പായി തുടങ്ങി ചെറുതായിട്ടൊക്കെ. ആരാ നിങ്ങളുടെ വീട്ടിലെ ബാബുട്ടൻ? കൂടെ പോകണല്ലേ നല്ലത്. വിചാരിക്കണക്കല്ലോ.
കറങ്ങി താഴോട്ടിറങ്ങിയാണല്ലേ. प्रभु क्या हुआ? अरे बाबू ബാബുവിനെ എടുത്തിറക്ക് ആയിക്കോളല്ലോ. ഇതൊക്കെ തിരിച്ചിറങ്ങണമെന്ന് ആലോചിക്കുമ്പോഴാണ്
നിലമ്പേരി നടക്കുന്ന ഒരു സ്കേറ്റിംഗ് ഷൂ ഉണ്ടായിരുന്നു. ഇറങ്ങാം. എല്ലാവരും കൂടി ഒറ്റ കൂക്കണ്ട. അപ്പോൾ ഹലോ, അങ്ങനെ നമ്മൾ നടന്ന് എത്തി. നമ്മളെ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഏകദേശം 1.5 to 3 മണിക്കൂർ, ഒരു 1.5-2 കിലോമീറ്റർ നടന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ വാട്ടർഫാൾസ് എത്തി. നമുക്കിനി നോക്കാം.
പറ്റിയത് സ്ലിപ്പായാൽ മാത്രം മതി, താഴെ പോകും, പിന്നെ അതിൻ്റെ പൊടിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് പിന്നെ അപ്പുറത്ത് പോയി അവർ പറഞ്ഞിട്ടുണ്ട്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വാട്ടർഫാളിൻ്റെ ഒരു ഫോഴ്സ് ഒന്ന് നല്ല കുറവാണ്. സാധാരണ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രളയം ഇത് ഫുള്ള് ഒഴുകി കയറി നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ മഴ ഒന്നും ഇല്ല, ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ മൂന്നാറിൽ മഴയൊന്നും പെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഫോഴ്സ് നല്ല കുറവാണ്.